പോകുന്ന കാര്യങ്ങൾ കൊണ്ട് വിത്ത് എവിഡൻസ് ഫാക്ട്സ് കൊണ്ടിട്ട് അതൊരു ഹിന്ദു പാർട്ടി അല്ല എന്നും അത് ഹിന്ദു പാർട്ടി എഗെയിൻസ്റ്റ് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. അത് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ്. കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുകയും കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 28, ആർട്ടിക്കിൾ 30, 1950 ഈ ആർട്ടിക്കിൾസ് പ്രസന്റ് ചെയ്ത് പ്രിവെയിൽ ചെയ്ത് ഭാരതത്തിൽ പ്രാക്ടീസായി തുടങ്ങിയത്. ഓരോന്ന് ഞാൻ പറയാം, അതിനു മുമ്പായിട്ട് വായിക്കാം. HRCE ആക്ട് അതെന്താണെന്ന് പറയാം. 1951 കോൺഗ്രസ് ആണ് കൊണ്ടുവന്നത്. HCB MPL 1956 കോൺഗ്രസ് ആണ് കൊണ്ടുവന്നത്. സെക്യുലറിസം 1975 കോൺഗ്രസ് ആണ്. മൈനോറിറ്റി ആക്ട് 1992, POW ആക്ട് 1991, വഖഫ് ആക്ട് 1995, രാം സേതു അഫിഡവിറ്റ് 2007, സാഫ്രോൺ ടെററിസം 2009. എല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളത് കാവ്യ ഭീകരത. ഓക്കെ, ഈ കാവ്യ ഭീകരത എൻ്റെ മനസ്സിൽ ഈ CA ആണ് എൻ്റെ ടേണിംഗ് പോയിന്റ്. CAക്ക് ശേഷം ഞാൻ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളല്ല, നമുക്ക് കിട്ടിയ പണി എവിടം തൊട്ടാണ് ഇവർ തുടങ്ങിയെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഇനി ഞാൻ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. കൺവേർഷനെ ഭാരതത്തിൽ ലീഗലൈസ്ഡ് എങ്ങനെയാണോ ഇവർ ലീഗലൈസ്ഡ് ലൂട്ടിങ് നടത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസികൾ ഉണ്ടാക്കുക, പണം വകുപ്പ് വകമാറ്റുക, തോന്നുന്ന പോലെ ചെലവാക്കുക, എന്നിട്ട് ഗവൺമെന്റ് അല്ല ജനങ്ങളുടെ ഫ്രണ്ടിലേക്ക് ചുമ്മാ ഒരു ഫാക്ട് അങ്ങ് പ്രസന്റ് ചെയ്യുക. യാതൊരു ഓഡിറ്റ് ഇല്ല, യാതൊരു ട്രാൻസ്പെറൻസി ഇല്ല. അവരുടെ ആൾക്കാർ അവർ പറയുന്ന രീതി, അവർ പറയുന്ന നീതിന്യായം എല്ലാം അവരുടെ. അതേപോലെയാണ് ആർട്ടിക്കിൾ 25. അവർ അതുവഴിയിട്ട് കൺവേർഷന് എന്ന് പറഞ്ഞാൽ മതം മാറ്റത്തെ അവർ ലീഗലൈസ് ചെയ്തു. ദേ സ്നാച്ച്ഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ ഫ്രം ഹിന്ദുസ് ഇൻ ആർട്ടിക്കിൾ 28. 25 കൊടുത്തിട്ട് ശേഷം 28 ആർട്ടിക്കിൾ 28 കൊണ്ട് കോൺഗ്രസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളിൽ നിന്ന് എങ്ങനെയെങ്കിലും മതപഠനം എടുത്തു മാറ്റണം എന്നുള്ളത്. ബട്ട് അലൗഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ ടു മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് ഇൻ ആർട്ടിക്കിൾ 30. എങ്ങനെ ഇരിക്കുന്നു? മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും സെക്യുലർ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചതിന് ശേഷം ആർട്ടിക്കിൾ 30 കൊണ്ട് മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഈ അധികാരം കൊടുത്തിട്ട് മതപഠനം ആധികാരികമായിട്ടുള്ള അവകാശമായി കൊടുത്തിട്ട് ആർട്ടിക്കിൾ 28 കൊണ്ട് ഹിന്ദുക്കളുടെ ഈ അവകാശം എടുത്തു കളഞ്ഞു. വളരെ മനോഹരമായ പാർട്ടിയാണ്. ഇപ്പോഴും സുപ്രഭാത് പറയുമ്പോൾ എന്തൊരു കൊങ്കി ഹിന്ദുക്കൾ എന്തോ പേര് പറയുമല്ലോ നിങ്ങൾ. എനിവേ ഞാൻ ഒന്നും പറയുന്നില്ല. ആ ഹിന്ദുക്കൾ ഇതൊക്കെ പഠിച്ചിട്ടാണോ ഇവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ദേ സ്നാച്ച്ഡ് ഓൾ ടെമ്പിൾസ് ആൻഡ് ടെമ്പിൾ മണി ഫ്രം ഹിന്ദുസ് enacting HRCE ആക്ട് 1951. HRCയുടെ ഫുൾ ഫോം നിങ്ങൾ നോക്കുക, ഹിന്ദുസ് റിലീജിയസ് സംതിങ് ആക്ട് ആണ്. ഇതിൽ ഹിന്ദുക്കളുടെ അമ്പലങ്ങളിലുള്ള പൈസ ഹിന്ദുക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയ ആക്ടിന്റെ പേരാണ് കൃത്യമായിട്ട് പറയുന്നത്. എല്ലാവരും വായിച്ചു നോക്കണം. HRCE ആക്ട് 1951, 1951, 1951. ഇനി അടുത്തത് അവർ ചെയ്തത്, in Hindus destroyed families of divorce law, dowry law under Hindu code bill, but didn't touch Muslim personal laws. എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ പോലെ HCB MPL കൊണ്ടുവന്നിട്ട് ഹിന്ദുസിന്റെ പേഴ്സണൽ ലോസിലും ഡൗറിയിലും കല്യാണത്തിലും നമ്മുടെ എല്ലാ സിവിൽ റൈറ്റ്സിന്റെ ഈ പറയുന്ന ആചാരങ്ങളെല്ലാം തൊട്ടിട്ട് അവർ ഈ പറയുന്ന സോ കോൾഡ് സെക്യുലറിസം നമ്മുടെ തലയിലോട്ട് വെച്ചിട്ട് മുസ്ലിംസിന്റെ യാതൊരു പേഴ്സണൽ ലോസിലും തൊട്ടില്ല. allowed them polygamy so that they could keep increasing their population. ഈ പോളിഗമി പോലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബന്ധങ്ങൾ വയ്ക്കുക, അതുവഴി അവരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സമുദായത്തെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയോ വേറൊരു സമുദായത്തെ തുറന്നു വിടുകയോ ചെയ്യുക പറഞ്ഞാൽ അതിനെ എന്താണ് പറയുക? നമ്മളിവിടെ അപ്പീസ്മെന്റ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും പറയും പുതിയ നറേറ്റീവ്സ് കൊണ്ടുവന്നിട്ടാണ്, പുതിയ ഇത് കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. ഹിന്ദുക്കൾ പഠിക്കാത്തതാണ് മിസ്റ്റർ ടോം ഈ നിങ്ങളുടെയൊക്കെ സർട്ടിഫിക്കറ്റിന് വേണ്ടി എന്നെപ്പോലുള്ള ആൾക്കാർ കാത്തിരിക്കേണ്ടി വന്നിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ അപജയം. നമ്മൾ പറയും അത് ഗാന്ധിയെ പറ്റിയാണെങ്കിലും നെഹ്റുവിനെ പറ്റിയാണെങ്കിലും ഈ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണെങ്കിലും പറയും, ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണെങ്കിലും പറയും. നിങ്ങളെല്ലാം ഈ പോയിന്റ് നമ്മളെ നേരെ വിരൽ ചൂണ്ടിയത് നമ്മൾക്ക് ഈ അധപതനവും ഈ പറയുന്ന ഇമ്പസീൽനെസ്സും ഈ അറിവില്ലായ്മയും പിന്നെ ഉണ്ടായിരുന്ന ലേസിനെസ്സും നമ്മളുടെ എന്തിനാണ് അത് ഒരു ക്യാരക്ടറിന്റെ ഏറ്റവും വലിയ ഇതായിട്ടുള്ള വേറും കുഴപ്പമായിട്ട് നടന്നു. അതിന്റെ തെളിവാണ് സിനിമയിലൊക്കെ കാണുന്നത്. നേരത്തെ സുപ്രഭാത് പറഞ്ഞ പൂണൂലിട്ട കുടുംബയിട്ട കോമാളിയായത്. കോമാളിയാക്കി കാണിക്കാൻ സിനിമകൾ 1000 ഉണ്ടായിരുന്നു. നോർത്തിലും സൗത്തിലും ഈശ്വരനെ തുപ്പിയ സിനിമ വരെ കേരളത്തിലുണ്ടായി. എന്തുകൊണ്ട്? ഹിന്ദു വെറും കോമാളിയാണെന്ന് അറിയാന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവരെല്ലാ പേഴ്സണൽ കാര്യങ്ങളിലും പേഴ്സണൽ ലോസിൽ വരെ ടച്ച് ചെയ്തു. പക്ഷെ മറ്റുള്ളവരെ ടച്ച് ചെയ്യാത്ത എന്താണ്? പ്രത്യേകിച്ച് മുസ്ലിമുകളെ. എന്നിട്ട് നമ്മളുടെ സെക്യുലറിസം പഠിപ്പിക്കുന്നു. നമ്മളിങ്ങനെ നറേറ്റീവ് ഉണ്ടാക്കാൻ നോക്കുന്നു. നമ്മൾ അവരെ പോലെ ഇവരെ പോലെ കോമണൈസ് ചെയ്യാൻ നോക്കുന്നു. ബ്രോട്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് ഇൻ 1954 സോ ദാറ്റ് മുസ്ലിം ബോയ്സ് ക്യാൻ ഈസിലി മാരി വിത്ത് ഹിന്ദു ഗേൾസ്. എങ്ങനെ ഇരിക്കുന്നു? ലവ് ജിഹാദിനെ പറ്റി പറയുമ്പോൾ പഠിച്ചപ്പോൾ അജ്മേർ 1992നെയും
അത് കഴിഞ്ഞ് നടന്നിട്ടുള്ള സംഭവവികാസങ്ങളെ പറ്റി നമ്മൾ പറയുമ്പോൾ നറേറ്റീവ് ഉണ്ടാക്കാൻ നോക്കി. നറേറ്റീവ് 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് വഴിയിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകളെ മറ്റുള്ളവർക്ക് കൃത്യമായിട്ടും കല്യാണം കഴിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ അവരുടെ ഈ ചട്ടക്കൂടുകളും ഫ്രെയിം വർക്കുകളും നിന്നതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കുടുംബത്തിലെ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റുമായിരുന്നു. നമ്മുടെ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരുന്നു. ഹിന്ദു എന്ത് ചെയ്തു? മണ്ടനും ചടയനും കോമാളിയും ഒന്നും അല്ലാത്തവനായതുകൊണ്ട് കൈയും കെട്ടി നോക്കിയിരുന്നു. 1975 ദേ ഇമ്പോസ് എമർജൻസി ആൻഡ് ഫോഴ്സ്ഫുള്ളി ആഡഡ് വേർഡ് സെക്യുലറിസം. ഇതെല്ലാം ചെയ്തതിനു ശേഷം നമുക്ക് തൊണ്ടയിലിടാൻ ഒരു ക്യാപ്സൂളൂടെ തന്നു. എന്നിട്ട് നമ്മളോട് എല്ലാം പറയണം, വാ അടച്ചു പിടിക്കുന്ന ആ ക്യാപ്സൂൾ തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നത് വരെ സെക്യുലറിസമാണ്. നമ്മൾ തരും, കുറച്ചൊരു വെള്ളം കൂടെ കുടിക്കണം. ഇതിനെതിരെ ഒരു വാക്കുപോലും പറഞ്ഞു വരുന്നത്. ബട്ട് കോൺഗ്രസ് ഡിഡ്ന്റ് സ്റ്റോപ്പ് ഹിയർ. ഇവിടെ നിന്നില്ല. ഇൻ 1991 ദേ ബ്രോട്ട് മൈനോറിറ്റി കമ്മീഷൻ ആക്ട് ആൻഡ് ഡിക്ലെയർഡ് മുസ്ലിംസ് ആസ് minorities, though secularism in country there can be a minority majority. സെക്യുലറിസം കൊണ്ടുവന്നതിന് ശേഷം അവർ മൈനോറിറ്റി കമ്മീഷൻ ആക്ട് കൊണ്ടുവരികയും അതിനുശേഷം അവർ പറയുകയാണ് ഇവിടെ മൈനോറിറ്റി മെജോറിറ്റി ഉണ്ടെന്ന്. ആരോടെ പറയുന്നു? സെക്യുലറിസ്റ്റ് കൺട്രിയോട് പറയുന്നു. സെക്യുലറിസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ആരാണ്? ഹിന്ദുക്കൾ, ഈ പറയുന്ന എന്നെ പോലുള്ള ആൾക്കാർ. എൻ്റെ പൂർവികർ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, അവർ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ളതായിരുന്നത് കാരണം, മതപരമായിട്ട് ചിന്തിക്കാത്തത് കാരണം, ഇവരെയൊക്കെ വിശ്വസിച്ചത് കാരണം ഞാൻ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനും കോൺഗ്രസിനാണ് വരുന്നത്. അവരെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതാണ്. അത് കഴിഞ്ഞിട്ട് ചെയ്തു വെച്ച് ഇവർ ആരെങ്കിലും വായിച്ച് നോക്കി ഇത് ശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ എത്ര പേർക്ക് ഈ കാര്യങ്ങൾ അറിയാം? ഇവിടെ ഇരിക്കുന്ന ഇപ്പം ഈ നിമിഷം ഇരിക്കുന്നവർക്ക് 1992 മൈനോറിറ്റി കമ്മീഷൻ കൊണ്ടുവന്ന് സെക്യുലറിസം വിഴുക്കിപ്പിച്ചതിന് ശേഷം നമ്മളെ ഇതെല്ലാം അടിച്ചേൽപ്പിച്ചു. ദേ ഗിവ് സ്പെഷ്യൽ റൈറ്റ്സ് ആൻഡ് സ്കോളർഷിപ്സ് ടു ഗവൺമെന്റ് ബെനിഫിറ്റ്സ് ടു മുസ്ലിംസ് അണ്ടർ മൈനോറിറ്റി ആക്ട്. മൈനോറിറ്റി ആക്ടിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന സ്കോളർഷിപ്പും ബെനിഫിറ്റ്സുകളും എല്ലാം ഒരു ആൾക്കാരുടെ കയ്യിലേക്ക് പോയത്. ഇത് കൊണ്ടുവരണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ മറ്റുള്ളവരിൽ നിന്ന് നിഷേധിച്ചതിന് ശേഷമാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ ഇത് നോക്കേണ്ടത്. In 92 they stopped Hindus from taking back their temples and in a legal way snatched 40,000 temples from Hindus and gave to Muslims by places of worship act. മുസ്ലിംസിന്റെ കയ്യിൽ 40,000 ടെമ്പിൾസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതും നമ്മുടെ കയ്യിൽ നിലനിന്നിരുന്നതുമായിട്ടുള്ള ആരാധനാലയങ്ങൾ, ടെമ്പിൾസ് അവർ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് ലീഗലി സ്റ്റോപ്പ് ചെയ്യുകയും ലീഗലി അവരിൽ നിന്ന് എടുക്കുകയും അത് പല ആക്ട് വഴിയിട്ട്, പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് വഴിയും പല രീതികൾ വഴിയും അവർ അത് അന്യമതസ്ഥരിലേക്കോ അല്ലെങ്കിൽ അത് അന്യാധീനപ്പെട്ടിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ കേരളത്തിൽ നിങ്ങൾക്കറിയാം. ഒരു വക്കീൽ ഇപ്പം ഒറ്റയ്ക്കിറങ്ങി നടപ്പുണ്ട്. അയാളുടെ പേര് ഞാൻ മറന്നുപോയി. ആ സാറ് ഈ ഹിന്ദുക്കളാലും അന്യരാലും തട്ടിക്കൊണ്ടുപോയ സ്ഥാപന ജംഗമ വസ്തുക്കൾ, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആരാധനാലയവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ കണ്ടുപിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പോയതിന് കാരണം ഈ ഗവൺമെന്റുകൾ ഭരിച്ച്, കേരളത്തിൽ കോൺഗ്രസും BJP ഇത് CPM ഏറ്റവും കൂടുതൽ ഭരിച്ചിട്ടുള്ള ഇവർ അത് പ്ലാൻഡ് ആയിട്ട് ഇതിനെ നശിപ്പിക്കണമെന്നുള്ള ഇത് വെച്ചിട്ട് ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് കൊണ്ടുവന്നിട്ട് അതിനെ അന്യാധീനപ്പെടുത്തി. കോൺഗ്രസ് ഡിഡിന്റ് ഈവൻ സ്റ്റോപ്പ് ഹിയർ. ഇൻ 95 they give right to Muslims to claim any land. ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ ലാൻഡ് ആരുടെയാണെന്ന് ആയാലും ശരിയല്ല, അത് അവർ നോക്കിയിട്ട് പറയുകയാണ്, ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്. മറ്റേ മഹാബലിയുടെയും മറ്റേ ഇതിന്റെയും കഥ പോലെ. ഈ കഥ ആരും പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ഇത് നമ്മുടെയാണ്. അതിന് ആക്ട് ഉണ്ട്. വഖഫ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത് 1995 കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമ്മുടെ ഗവൺമെന്റുകളിൽ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ സ്ഥലമാണ്. അങ്ങനെ വഖഫ് ആക്ട് മെയ്ഡ് മുസ്ലിം ദ സെക്കൻഡ് ബിഗസ്റ്റ് ലാൻഡ് ഓണേഴ്സ് ഓഫ് ഇന്ത്യ. അവർ അങ്ങനെ ഈ ആക്ട് വന്നതിന് ശേഷം 95 തൊട്ടും നിരന്തരമായിട്ടുള്ള കയ്യേറലിലൂടെ ഇന്ന് 2024 പല സ്ഥലങ്ങളും അവരുടെ കയ്യിലാണ്. ഇനി അടുത്ത് 2007 ദേ ഡിക്ലൈൻഡ് ദി എക്സിസ്റ്റൻസ് ഓഫ് ശ്രീരാം സേതു അഫിഡവിറ്റ് മെയ്ഡ് ഹിന്ദു ഗോഡസ്. ഈ ശ്രീരാം സേതു അഫിഡവിറ്റ് അതിൽ കൊടുത്തിരിക്കുന്നത് അതെനിക്ക് കൃത്യമായിട്ട് എടുത്തു വയ്ക്കണമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. അതിൽ അവർ പറഞ്ഞത്, കോൺഗ്രസ് പറഞ്ഞത്, എ റിപ്പോർട്ട് ഫ്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫോർ നോ എവിഡൻസ് ഓഫ് സ്ട്രക്ചർ ബീങ് എനിത്തിങ് ബട്ട് എ നാച്ചുറൽ ഫോർമേഷൻ. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആരും കെട്ടിയതായിട്ടൊരു നാച്ചുറൽ ഫോർമേഷൻ ആണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആൻഡ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, കോൺഗ്രസ്, informed Supreme Court in 2007 through an affidavit that there was no historical proof of the bridge. അവിടെ പറയുകയാണ് രാമൻ അങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടില്ലെന്ന് കോൺഗ്രസ് സുപ്രീം കോർട്ടിൽ പറഞ്ഞിരിക്കുകയാണ്. ആർക്കിയോളജിക്കൽ സർവേയുടെ ഇതോടുകൂടെ ഈ ഡോക്യുമെന്റ്സ് എവിടെ, ഈ രാം ടെമ്പിളിന്റെ കേസിൽ നമുക്ക് ഡോക്യുമെന്റ്സ് പരിശോധിക്കാനും അതിന്റെ ഫുൾ ഡീറ്റെയിൽസും നമ്മുടെ ചാർജ് ഷീറ്റിൽ ഈ പറയുന്ന ഈ വേർഡിക്റ്റിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഈ പറയുന്ന അഫിഡവിറ്റ് കൊടുത്ത് എത്ര ഹിന്ദുക്കൾ അറിയിച്ചു, എത്ര പേരാണ് ഇതിനെ എന്ത് ഡോക്യുമെന്റ് ആണ് കൊടുത്തതെന്ന് അറിഞ്ഞത്? അവിടെയും തീർന്നില്ല. ഇനി ഞാൻ ബാക്കി പറയുന്നില്ല. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ an extreme point of anti-Hindu crusade was 2009 when Congress declared Hindus as terrorist religion by coining the term saffron terrorism. എല്ലാം കൂടെ തികഞ്ഞ് ലാസ്റ്റ് ഒരു കാര്യം കൂടെ അടിച്ചവർക്ക് തെളിയിക്കാൻ പറ്റി.
ഇവിടെ കാവ്യ ഭീകരതയുണ്ട്. നമ്മൾ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ചില സ്റ്റേറ്റുകളിലെ കംപ്ലീറ്റ് മതങ്ങളെയും കൊന്നൊടുക്കിയതിനു ശേഷം ആ സ്റ്റേറ്റ് കീഴടക്കിയിട്ടുണ്ട്. ലോകത്ത് പല ട്രെയിനുകളും ഈ സാഫ്രോൺ തീവ്രവാദികൾ കത്തിച്ചിട്ടുണ്ട്. പല പ്ലെയിനുകളും സാഫ്രോൺ ടെററിസം കൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട്. ആൾക്കാരെ അനാധീനമായി കൊന്നിട്ടുണ്ട്. പക്ഷെ ഇതിനൊന്നും ഡേറ്റ ഒന്നും തരാൻ പറ്റില്ല. പക്ഷെ ഹിന്ദു ഭീകരവാദം ഉണ്ട് എന്ന് പറഞ്ഞ് സാഫ്രോൺ ടെററിസം 2009 കോൺഗ്രസ് കൊണ്ടുവന്നു. ഹിന്ദുക്കളുടെ പ്രജ്ഞ പൊട്ടാൻ തുടങ്ങിയത് ഈ സമയം തൊട്ടാണ്. അന്നാണ് ഹിന്ദുക്കൾക്ക് കണ്ണു തുറന്നത്. ടെററിസം എന്നുള്ള ഒരു വാക്ക് അവരുടെ ബുക്കിലോ അവരുടെ സംസ്കാരത്തിലോ അവരുടെ വീട്ടിലോ അവർക്ക് ഒരിടത്തും കാണാൻ പറ്റില്ലായിരുന്നു. എനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ 2009 ഈ പറയുന്ന ഇന്ന് ഭരിക്കുന്ന സർക്കാർ വരാനുള്ള ടേണിംഗ് പോയിന്റ്. കോൺഗ്രസിന്റെ അധപതനം തുടങ്ങിയത് 2009 സാഫ്രോൺ ടെററിസം കൊണ്ടുവന്ന അന്നുതൊട്ടാണ്. കോൺഗ്രസ് സ്ലോലി ക്ലെവർലി കെപ്റ്റ് സ്ട്രിപ്പിംഗ് ഹിന്ദുസ്. ഈ പറഞ്ഞ ആക്ടുകളെല്ലാം വെച്ചിട്ട് ഞാനൊരു കാര്യം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്ഥിവാരം പതുക്കെ തോണ്ടി, മറ്റവരാണെങ്കിൽ വന്ന് അടിച്ച് വെട്ടിക്കൊന്ന് കീറി മുറിച്ചിട്ടിട്ട് പോകും. കോൺഗ്രസ് അങ്ങനെയല്ല ചെയ്യുന്നത്. മുമ്പേ ഒരു ഡിസ്കഷൻ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അവർ സ്ലോ പോയിസണിങ് എന്ന് പറയുന്ന ഒരു സംഭവം പോലെ പതുക്കെ ഒരു ആക്ട് കൊണ്ടുവരും, അപ്പോൾ ഒരു കുഴപ്പമില്ല, അടുത്തൊരു ആക്ട് കൊണ്ടുവരും, പിന്നെ ഒരു കുഴപ്പമില്ല, അടുത്തൊരു ഒരു കാര്യം ഫോഴ്സ് ചെയ്ത് അവതരിപ്പിക്കും. 2 പ്രാവശ്യം കുഴപ്പമില്ലാത്തതുകൊണ്ട് ആ ഫോഴ്സിങ് ഹിന്ദുക്കൾക്ക് മനസ്സിലായില്ല. അങ്ങനെ കാലാകാലം കൊണ്ട് ഹിന്ദുക്കളെ അവരുടെ ഐഡന്റിറ്റിയിൽ നിന്നും വലിച്ചെറിയപ്പെട്ട് ഇപ്പോൾ ഒരു വലിയ 80-85% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ന് അത് 79-ലോ 78-ലോട്ട്. സെൻസസ് എന്തുകൊണ്ട് ഈ ഗവൺമെന്റുകൾ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും കൂടെയാണ് ഇതിന്റെ ഇത്. അപ്പോൾ എനിക്ക് ആ ഒരു പാർട്ടിലാണ് കിങ്ങിണിക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് എനിക്കത് പറയാൻ അറിയത്തില്ല. അത് എങ്ങനെയാണെന്നുള്ളത് ഹമാസിന്റെ നേരത്തെ എഴുതി വെച്ചിരുന്നില്ല, അതെനിക്കറിയില്ല. പക്ഷെ കോൺഗ്രസ് ഒരു ജിഹാദി പാർട്ടിയാണെന്നുള്ളത് യാതൊരു സംശയമില്ലെന്ന് മാത്രമല്ല അത് ഉറപ്പായിട്ട് വിളിച്ചു പറയുന്ന ഒരു ഹിന്ദുവായി ഞാൻ മാറിയതിനും താങ്ക്സ് ടു കോൺഗ്രസ്. കോൺഗ്രസ് ആണ് എന്നെ പോലുള്ള ആൾക്കാരെ ഉണ്ടാക്കിയത്. ഇനി ഈ ഭാരതത്തിൽ എനിക്ക് കിട്ടാനുള്ള അവകാശം അത് കോൺസ്റ്റിറ്റ്യൂഷനിലായാലും ഇൻസ്റ്റിറ്റ്യൂഷനായാലും കിട്ടുന്നത് വരെ കോൺഗ്രസിനെ ഭാരതത്തിൽ വച്ചു പൊറിപ്പിക്കുകയില്ല, നശിപ്പിച്ച് നാറായണക്കല്ലാക്കും. എങ്ങനെയാണോ നമ്മുടെ ധർമ്മത്തിൽ നിന്നും നമ്മുടെ അമ്പലങ്ങളിൽ നിന്നും നമ്മുടെ അവകാശങ്ങളിൽ നിന്നും നമ്മുടെ ഐഡന്റിറ്റിയിൽ നിന്നും നമ്മളെ മലയം ചെയ്യാൻ വേണ്ടി മലിനസപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ തീവ്രവാദം പോലുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ടുവന്ന്, അതേപോലെ ഓരോ കോൺഗ്രസ്സുകാരനെയും അവരിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത ഈ പാർട്ടിയെ അതിനെ റെപ്രസെന്റ് ചെയ്ത ആൾക്കാരെയും അവരെ സംരക്ഷിക്കുന്ന ഡൈനാസ്റ്റിയെയോ അല്ലെ കുടുംബങ്ങളെ എല്ലാത്തിനെയും നമ്മൾ ഇവിടെ ഭാരതത്തിൽ വലിച്ച് പിച്ചി കീറും. നിങ്ങളപ്പോൾ പറയും ഭായ് സെക്യുലറിസം വേണ്ടേ ഭായ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണ്ടേ ഭായ്, ഇങ്ങനെയൊക്കെ പെരുമാറുമോ ഭായ്, ഇതാണോ ഇന്ത്യ നമുക്ക് നിലനിർത്തേണ്ടേ ഭായ്? തേങ്ങാ കൊലയാണ്. അങ്ങനെ ഒരു ഇന്ത്യ അല്ല ഞാൻ കണ്ടിരിക്കുന്നത്. തിരിച്ചറിവുള്ള ഒരു ഹിന്ദുവിന്റെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എൻ്റെ അവകാശം കൂടെ കിട്ടുന്ന ഇന്ത്യയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഇത്രയും ആക്ടുകളും വഖഫ് ആക്ട് പോലുള്ള ഇത്രയും ആക്ടുകളും ഇതിനേക്കാളും ഇതായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആക്ടുകളും കൊണ്ടുവന്ന് ഹിന്ദുക്കൾക്ക് ഈ മണ്ണിൽ ഉറച്ച ഒരു ഗ്രിപ്പ്, ഇനി ഓടിപ്പോകാൻ ഒരു ഭൂമി ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു ഗ്രിപ്പ് കിട്ടുന്നത് വരെ കോൺഗ്രസിനോടുള്ള തുറന്ന പോരാട്ടമാണ് ഞാൻ ഇവിടെയും എവിടെയും എന്നും ക്ലബ് ഹൗസ് ചേർന്ന് അന്നോട്ട് പറയുന്നത്. ഈ പാർട്ടിയെ മുച്ചൂട് നശിപ്പിച്ചിട്ട് ഇനി എന്നെ പോലുള്ള ഹിന്ദുക്കൾ അടങ്ങുകയുള്ളൂ. നന്ദി, നമസ്തേ, താങ്ക് യു.